നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ലിവർപൂളിനെ ആ ഒരു മാച്ചിൽ തോൽപ്പിക്കുന്നത്. ആ രീതിയിലൊരു കംബാക്കൊക്കെ നടത്തി അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ട് ആ ഒരു മാച്ച് ലിവർപൂളിനെ തോൽപ്പിക്കുന്നു, ലിവർപൂളിനെ FA കപ്പിൽ നിന്ന് പുറത്താക്കുന്നു. ക്വാഡ്രിബിൾ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഡ്രീം, ക്ലോപ്പിൻ്റെ അണ്ടറിലെ ക്വാഡ്രിബിൾ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഡ്രീമൊക്കെ നമ്മൾ തകർക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ മാച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മാച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുത്തിയിരുന്ന് ഞാൻ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പല ആംഗിളുകളിൽ നിന്ന് നമ്മുടെ പ്ലെയേഴ്സ് ഗോൾ സ്കോർ ചെയ്തതിൻ്റെ വീഡിയോസ്, ക്രൗഡിൻ്റെ റിയാക്ഷൻസ്, ഈ ഓരോ ഗോൾ സ്കോർ ചെയ്യുമ്പോൾ മറ്റുള്ള പ്ലെയേഴ്സിൻ്റെ റിയാക്ഷൻസ്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട്, അത് മാത്രമല്ല നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളുണ്ട്. കാര്യം ആൻ്റണിയോട് ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ വേണ്ടി ടെൻ ഹാഗ് പറയുന്ന സമയത്ത് ആൻ്റണിയുടെ ഒരു റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുത്തിയിരുന്ന് കാണലായിരുന്നു എൻ്റെ പരിപാടി. പല വീഡിയോസ് കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഞാനൊരു വികാര ജീവിയാന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കുറച്ച് ഇമോഷണലായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പറയുന്ന കാര്യം എത്ര പേർക്ക് കണക്റ്റ് ആവും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പലപ്പോഴും പല വീഡിയോസും കാണുമ്പം എനിക്ക് ഗൂസ് ബംസ്, അതുപോലെ തന്നെ കണ്ണീന്ന് ധാരയായിട്ട് കണ്ണുനീര് ഒഴുകുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് ചെറിയ ഒരു സങ്കടം, ഒരു എന്നാ പറയുക, സന്തോഷം കൊണ്ടുള്ള ആ ഒരു ചെറിയൊരു കണ്ണുനീരുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കണ്ണുനീര് പൊടിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഫീലിങ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാച്ച് കഴിഞ്ഞിട്ട്. ഇന്നലത്തെ ദിവസവും മാച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊമെൻറ്റിലും ഒക്കെ എൻ്റെ മെയിൻ പരിപാടി ഇതൊക്കെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ലിവർപൂൾ ഫാൻസ് ഉൾപ്പെടെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എന്താണേലും അടുത്ത ഏപ്രിൽ 7 നടക്കുന്ന ലിവർപൂളും യുണൈറ്റഡും തമ്മിൽ ഓൾഡ് ട്രാഫോർഡിൽ നടക്കാൻ പോകുന്ന ആ ഒരു ലീഗ് മാച്ചിൻ്റെ വെയിറ്റിംഗ് ആയിരിക്കും എന്നെനിക്കറിയാം. ഇതിന് പകരം ചോദിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. പിന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ട്രോൾ ചെയ്യപ്പോഴത്തേനും ഇതിന് തിരിച്ചൊരു ഇതിനുള്ള മറുട്രോളിന് റെഡിയായിട്ട് ആൾക്കാർ ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്ത് പൊങ്കാലിടാൻ ആൾക്കാർ ക്യൂ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഒരു പ്രശ്നമില്ല ട്രോളിക്ക്. കാര്യം ട്രോളുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളെ പേഴ്സണലായിട്ടുള്ള അറ്റാക്കുകൾ അല്ലാതെ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, തെറിവിളികൾ, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ട്രോളുകളൊക്കെ ഹെൽത്തി രീതിയിലുള്ള ട്രോളുകളൊക്കെ ഞാനും ആസ്വദിക്കാറുണ്ട്, ഞാനും ട്രോൾ ചെയ്യും. ഞാൻ ആ ഒരു ഏപ്രിൽ 7 മാച്ച് ജയിച്ച് ഞാനും ട്രോളും. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ട്രോളുക, അതായത് ഹെൽത്തി രീതിയിലുള്ള ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാനും അത് എൻജോയ് ചെയ്യാറുണ്ട്. ആ ഒരു മാച്ചിന് ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ ആരാധകരും യുണൈറ്റഡ് ആരാധകരും ഒക്കെ ഒരേപോലെ എക്സൈറ്റഡ് ആണ്. കാരണം ലിവർപൂളിൻ്റെ ഭാഗത്തു നോക്കി അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു FA കപ്പിലെ ഈ ഒരു തോൽവി. അപ്പം അതിന് പ്രതികാരം ചെയ്യുക. അപ്പുറത്തെ യുണൈറ്റഡ് ഫാൻസിന് ഈ ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്താണെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. രണ്ട് ടീമിൻ്റെ കാര്യം നോക്കിയാൽ ആ ഒരു ഏപ്രിൽ 7 മാച്ചിന് മുന്നേ എനിക്ക് തോന്നുന്നത് ലിവർപൂളിനെ സംബന്ധിച്ച് അവരുടെ ട്രെൻഡ് തിരിച്ചു വരും. അതുപോലെ കൊണാട്ടെ, ജോട്ട, അപ്പോൾ അങ്ങനത്തെ കളിക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അലിസൻ്റെ കാര്യത്തിൽ എനിക്ക് ഷുവറല്ല, പക്ഷേ ഈ 3 കളിക്കാർ തിരിച്ചു വരും: ട്രെൻഡ്, കൊണാട്ടെ, ജോട്ട. അപ്പം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേര് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആയാലും കേർട്ടിസ് ജോൺസും വരുമെന്ന് തോന്നുന്നു. അപ്പം അവർ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. ഈ ഒരു മാച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീം ഒരു എക്സ്ട്രാ മാച്ച് ഈ ഒരു കഴിഞ്ഞ വീക്കിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്, ഫറ്റീഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഒരു വമ്പൻ പോരാട്ടം. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിയാൽ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്ട്രാ അഡീഷൻ എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് നമ്മുടെ ടീമിൽ വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് ഹോപ്പ്ഫുള്ളി ആ ഒരു മാച്ചിൽ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാർച്ച് 30 ലിസാൻഡ്രോ മാർട്ടിനസ് തിരിച്ചു വരും എന്നാണ് കേൾക്കുന്നത്. അപ്പം ഏപ്രിൽ 7 പുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ബാക്കി മേസൺ മൗണ്ടിനും ആവശ്യത്തിനുള്ള മിനിറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു മാച്ചൊക്കെ ആകുമ്പോൾ മേസൺ മൗണ്ട് ആയാലും ഹോയ്ലൻഡ് ആയാലും വാൻബിസാക്ക ആയാലും അവരുടെ ഒരു ഫിറ്റ്നസ്, ആ ഒരു ഫുൾ ലെവൽ ഫിറ്റ്നസ്സിലേക്ക് അവർ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഭീകരൻ മാച്ച് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്ന് യുണൈറ്റഡേ, തോക്കരുത്, എനിക്ക് വയ്യ. ഞാൻ പിന്നെ നാട് വിടേണ്ടി വരും. അപ്പം തമാശകൾ ഒക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ടീമിനെ നോക്കിയാൽ യുണൈറ്റഡിൻ്റെ ടീമിൽ വരുന്ന സീസണിൽ നമുക്ക് ഓരോ പൊസിഷനിലും 2 പ്ലെയേഴ്സ് വെച്ച് നല്ല രീതിയിൽ കമ്പീറ്റ് ചെയ്യാവുന്ന 2 പ്ലെയേഴ്സ് ഓരോ പൊസിഷനിലും വേണം. എന്താണേലും ഓരോ മാച്ച് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പ്ലെയേഴ്സിനെ കൊണ്ടുവരേണ്ടത് നമ്മുടെ മിഡ്ഫീൽഡിലും ഡിഫൻസിലുമാണ്. നമ്മുടെ മിഡ്ഫീൽഡിൽ കോബി മേനു,
കോബി മെനു, ആ ഒരു നമ്പർ 8 കളിക്കുന്ന കോബി മെനു മാത്രമേ ഒരു എന്നാ പറയുന്നത് ഒരു ടെൻ ഹാഗ് സ്റ്റൈൽ ഓഫ് പ്ലെയർ എന്ന് പറയുന്ന കോബി മെനു മാത്രമേ ഉള്ളൂ. മൗണ്ടിൻ്റെ കാര്യം നമ്മൾ ഇതുവരെയായിട്ട് മൗണ്ട് പ്രോപ്പറായിട്ട് ഒരു റൺ ഓഫ് ഗെയിംസ് മൗണ്ട് യുണൈറ്റഡിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് മൗണ്ട് എന്തായി തീരും എന്നൊന്നും ഒരു പിടുത്തവുമില്ല. കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പം മൗണ്ടിൻ്റെ ഡിഫെൻസീവ് വർക്ക് റേറ്റ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ബ്രൂണോ ഫെർണാണ്ടസിനൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തിരിച്ച് ആ ഒരു നമ്പർ 10 പൊസിഷനിൽ നിന്ന് തിരിച്ച് ഓടി വന്നിട്ട് ബോൾ വിൻ ചെയ്യാമെന്ന് പറയുന്ന ബ്രൂണോ ഫെർണാണ്ടസ് ഒരിക്കലും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അപ്പം ആ ഒരു മൗണ്ടിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. വരുന്ന ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു നമ്പർ എന്നാ പറയുന്നത് ആ നമ്പർ 6 നമ്പർ 8 ഈ റോളിൽ കളിക്കാൻ പറ്റുന്ന 2 പ്ലെയേഴ്സിനെ എന്താണെങ്കിലും മിഡ്ഫീൽഡിൽ കൊണ്ടുവരണം. നമ്പർ 10 റോളിൽ ഓൾറെഡി ബ്രൂണോയും മൗണ്ടും ഉണ്ട്. അപ്പം നമുക്ക് പല പ്ലെയേഴ്സിന് അല്ലെങ്കിൽ പല പൊസിഷനിൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടത് കൊണ്ടും നമ്മുടെ ബജറ്റിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ പൊസിഷനിലും ചിലപ്പോൾ ആൾക്കാരെ മാറ്റാൻ പറ്റണമെന്നില്ല. അപ്പം ബ്രൂണോയും മൗണ്ടും ആ ഒരു നമ്പർ 10 പൊസിഷനിൽ അവർ കോമ്പീറ്റ് ചെയ്യട്ടെ. ബാക്കി നമ്പർ 6 നമ്പർ 6 കസമീറോ ഉണ്ട്. പക്ഷേ കസമീറോയ്ക്ക് ഒരു കോമ്പറ്റീഷൻ അവിടെ ഒരാൾ വേണം. അതുപോലെ തന്നെ നമ്പർ 8 റോളിൽ കോബി മെനുവിന് ഒരു കവർ വേണം, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു റോളിലും വേണം. അപ്പം ഈ 2 പൊസിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മുടെ ഡിഫൻസ് നോക്കിയാൽ നമ്മുടെ ഡിഫൻസിൽ ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക്, റൈറ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക്. ലിസാൻഡ്രോ മാർട്ടിനസ് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചേർഡ് ആകുന്നു. നമുക്കൊരു പ്രോപ്പർ റൈറ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക് ആണല്ലോ ഒരു ടെൻ ഹാഗിൻ്റെ മോൾഡിലുള്ള ഒരു സെൻറ്റർ ബാക്ക് നമുക്കില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ ഡിഫൻസിൽ 2 ഡിഫൻഡേഴ്സ് 2 മിഡ്ഫീൽഡേഴ്സ്, ഇതായിരിക്കും ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ഇതായിരിക്കണം. പിന്നെ ഹോയിലൻഡിന് ഒരു ബാക്കപ്പ്. ഇപ്പോൾ ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം. പിന്നെ നമുക്ക് ഒരു റൈറ്റ് വിങ്ങിലും ഒരാൾ വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. റൈറ്റ് വിങ്ങിൽ ഒരു പ്രോപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരണം. ലെഫ്റ്റ് വിങ്ങിൽ ആ ഒരു റാഷ്ഫോർഡും ഗർനാച്ചോയും തമ്മിൽ ആ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കട്ടെ. അല്ലാതെ ഗർനാച്ചോയെ പിടിച്ച് ഇപ്പുറത്തിടാതെ റാഷ്ഫോർഡും ഗർനാച്ചോയും റാഷ്ഫോർഡിന് ആ ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ വേണം. അപ്പം റാഷ്ഫോർഡും ഗർനാച്ചോയും കൂടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിന് വേണ്ടി കമ്പീറ്റ് ചെയ്യട്ടെ. റൈറ്റ് വിങ്ങിൽ ഒരു പ്രോപ്പർ സ്റ്റാർട്ടിങ് പ്ലെയർ വരണം. അതുകൂടാതെ അമാദോ പെലിസ്ട്രിയോ ഈ 2 പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒരാൾ ബാക്കപ്പായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പം അമാദിൻ്റെ പെലിസ്ട്രിയുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരാണ് ഈ അമാദ് പെലിസ്ട്രിയൊക്കെ. പക്ഷേ ഇവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് യുണൈറ്റഡിൽ ഏറ്റവും വലിയൊരു ക്ലാരിറ്റി കുറവുള്ള കാര്യം. പെലിസ്ട്രിയൊക്കെ ലോണിൽ പോയിരിക്കുന്നു. അവിടെ എത്ര മിനിറ്റ് കിട്ടുന്നു എന്ന് തന്നെ എനിക്കറിയത്തില്ല. അവിടെ പെലിസ്ട്രിക്ക് എത്ര മിനിറ്റ് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഇനിയോസിന് ഈ ഒരു നീസ് പോണക്കത്തെ ക്ലബ്ബൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. പെലിസ്ട്രിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്വന്തം പ്ലെയർ ആണല്ലോ. അപ്പോൾ മാക്സിമം ചാൻസ് കൊടുത്ത് പുള്ളിയെ ഫിസിക്കലി ആണെങ്കിലും പുള്ളിയുടെ ഓവറോൾ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഓവറോൾ ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി നീസ് പോണക്കത്തെ ടീമിനെ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിയാൽ, നമ്മുടെ ലീഗിലെ കാര്യം, പ്രീമിയർ ലീഗിലെ കാര്യം നോക്കിയാൽ നമ്മുടെ മേളിൽ നിൽക്കുന്ന ആസ്റ്റൺ വില്ലയും ടോട്ടൻഹാമൊക്കെ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും ഹോപ്പാണ്. 4th സ്പോട്ട് 5th സ്പോട്ട് ശരിക്കും ഇപ്പോഴും നമുക്ക് ഗ്രാബ് ചെയ്യാം. നമ്മുടെ കയ്യിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അതായത് നമ്മൾ മര്യാദയ്ക്ക് പെർഫോം ചെയ്യണം. അവർക്കും ടഫർ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പം സിറ്റിയും ആർസണലിനെയും ലിവർപൂളിനെയൊക്കെ അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ കളികൾ മാക്സിമം ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇംഗ്ലണ്ടിലെ ടീമുകൾക്ക് മിക്കവാറും പ്രീമിയർ ലീഗിന് ആ ഒരു 5th സ്പോട്ട്, ചാമ്പ്യൻസ് ലീഗിൻ്റെ 5th സ്പോട്ട് കിട്ടിയേക്കാം. അത് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ചാമ്പ്യൻസ് ലീഗ്, അതുപോലെ തന്നെ യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ്. അപ്പോൾ ഇതിലൊക്കെയുള്ള ടീമുകളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് കോൺഫറൻസ് ലീഗിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്പ ലീഗിൻ്റെയും പെർഫോമൻസ് ആണ് കൂടുതൽ പോയിൻ്റ് വെയിറ്റേജ്. ഈ ഒരു 5th സ്പോട്ടിന് വേണ്ടിയുള്ള പോയിൻ്റ് വെയിറ്റേജിൻ്റെ കാര്യത്തിൽ ചാമ്പ്യൻസ് ലീഗിനേക്കാളും യൂറോപ്പ ലീഗിനും അതുപോലെ തന്നെ കോൺഫറൻസ് ലീഗിനുമാണ് ആ ഒരു പോയിൻ്റ് വെയിറ്റേജ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു കപ്പ് മത്സരങ്ങളിലൊക്കെ നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ടീമുകൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 5th സ്പോട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ എത്താനൊരു സാധ്യത യുണൈറ്റഡിനുണ്ട്. 4th സ്പോട്ട് 5th സ്പോട്ട് സ്റ്റിൽ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.